അധ്യക്ഷത വഹിക്കുന്ന സിഡ്കോയുടെ പ്രസിഡന്റ് ശ്രീ വിജേഷ്ണേട്ടൻ, വേദിയിലുള്ള സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, അതുപോലെ തന്നെ ഗോവിന്ദേട്ടൻ, ബിനു ശിവദാസ്, മൻസൂർക്ക ഉൾപ്പെടെ കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതാക്കന്മാർ, പ്രിയമുള്ള കേരള വിഷൻ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളുടെ മക്കളിൽ SSLC +2 ഫുൾ A+ കിട്ടുന്നവരെ അനുമോദിക്കുന്നതിനായിട്ടാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പല ജില്ലകളിലും നമ്മളുടെ ഉപഭോക്താക്കളിൽ നിന്നും ഇതുപോലെ SSLC +2 ഫുൾ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് അനുമോദന ചടങ്ങുകൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. നമ്മുടെ ഉപഭോക്താക്കളുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുന്നതിനുമാണ് അത്തരം ചടങ്ങുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നതെങ്കിൽ, ഇത് നമ്മൾ രൂപീകരിച്ച നമ്മുടെ പ്രസ്ഥാനമായ സിഡ്കോ, ആ സിഡ്കോയിൽ അംഗങ്ങളായിട്ടുള്ള കേബിൾ TV ഓപ്പറേറ്റർമാരുടെ മക്കളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്കാണ് നമ്മൾ ഈ പുരസ്കാരം നൽകുന്നത്. അങ്ങനെ പുരസ്കാരം ലഭിച്ച മികച്ച കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾ, നിങ്ങളെ ഈ ആദരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കുന്നതിന്, ഇനിയും ഒരുപാട് വിജയങ്ങൾ കൈവരിക്കുന്നതിനുള്ളൊരു പ്രചോദനമായി ഇത്തരം ചടങ്ങുകൾ മാറട്ടെ എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പ്രസിഡന്റ് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. ആപ്പിളിൻ്റെയും റോൾസ് റോയ്സിൻ്റെ ഒക്കെ കഥകൾ. ഒപ്പം ഒരു കഥ കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ കഥ നമ്മളുടെ കഥയാണ്, കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കഥ, നിങ്ങളുടെ രക്ഷാകർത്താക്കളുടെ കഥ. അതും ഒരു വലിയ വിജയത്തിൻ്റെ കഥയാണ്, ഒരു വലിയ പോരാട്ടത്തിൻ്റെ കഥയാണ്. 10-30 വർഷമായി പരിമിതമായ ചെറിയ ഒരു സ്വയം തൊഴിൽ എന്ന നിലയിൽ നമ്മൾ ആരംഭിച്ച് ഇന്ന് കേരളത്തിലെ നമ്പർ 1 കമ്പനിയായി കേരള വിഷൻ മാറിയ കഥ. ആ കഥ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ മത്സരാധിഷ്ഠിത സമൂഹത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാവുമ്പോൾ അതിനെ മറികടന്ന് മുന്നേറാൻ ഈ കഥ നിങ്ങൾക്ക് പ്രചോദനമാവും. അങ്ങനെ കുത്തക കമ്പനികളോട് എതിരിട്ടുകൊണ്ട് ഈ കേരളത്തിലെ നമ്പർ 1 കമ്പനിയായി നമ്മൾ മാറിയത്. അങ്ങനെയാണ് നമ്മൾ 1000 കോടി ടേൺ ഓവറുള്ള ചുരുക്കം കമ്പനികളിൽ 10-60 കമ്പനികളിൽ ഒരു കമ്പനിയായി കേരള വിഷൻ മാറിയത്. അതും നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും അത് അറിയണം എന്നില്ല. അപ്പോൾ നിങ്ങളുടെ അച്ഛനോടും അമ്മോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കഥ അറിയാം. ആ കഥ കൂടി നിങ്ങൾക്കൊരു പ്രചോദനമായി മാറും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഈ ലഭിച്ച വിജയം ഭാവിയിലും നിലനിർത്താനും ഉന്നത സ്ഥാനങ്ങൾ കൈവരിക്കാനും ഒപ്പം നമ്മളുടെ ഈ പ്രസ്ഥാനത്തെ താങ്ങി നിർത്താനും കൂടി നിങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുരസ്കാര വിതരണം തുടരുകയാണ്. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി അത് നൽകുന്നതായിരിക്കും. ഏറ്റുവാങ്ങുവാനുള്ള കുട്ടികളുടെ പേര് വിളിക്കുന്നതാണ്. മിലാന റിജീഷ് PV.